ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യം നേടിയെടുക്കാൻ കൃത്യമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണി വ്യക്തമായി മനസ്സിലാക്കിയതാണ്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, തെലങ്കാനയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത്. ഇതിനകത്ത് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശിലെ കാര്യം മാത്രമാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് മുന്നണിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം പ്രവചിക്കുന്ന രീതിയിലാണ് സർവേ പോളുകൾ വ്യക്തമാക്കിയത്. ഇതിനകത്ത് രണ്ട് സംസ്ഥാനങ്ങൾ, അതായത് തെലങ്കാനയും കർണാടകയും, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി 45 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 45-ൽ 40-ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് നേടിയെടുക്കാൻ കഴിയും എന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്നത് കർണാടകത്തിലും അത് കഴിഞ്ഞാൽ തെലങ്കാനയിലും തന്നെയായിരിക്കും. കേരളത്തിലും അതുപോലെ തന്നെ നേട്ടം കൊയ്തെടുക്കുമെങ്കിലും ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഇവിടങ്ങളിൽ നിന്നായിരിക്കും. തെലങ്കാനയിൽ 17-ൽ 13 ജയിക്കും എന്നാണ് കോൺഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ബൂത്ത് കമ്മിറ്റികൾ വിലയിരുത്തുന്ന ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്ന റിപ്പോർട്ട് ICCക്ക് കൈമാറുന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതിനകത്താണ് ഏറ്റവും വ്യക്തമായി സുതാര്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നത്. തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലും ബഹുഭൂരിപക്ഷം സീറ്റുകളും, കർണാടകയിൽ 28 ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ, അസന്നിഗ്ധമായി തന്നെ, കൃത്യമായി തന്നെ ഓരോ ബൂത്ത് കമ്മിറ്റിയിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്രത്തിന് നൽകിയിരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഇത്രയേറെ മൊറയിൽ ബൂസ്റ്റ് കിട്ടാൻ കാരണമായത് പ്രജ്വൽ രേവണ്ണ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് നിർണായകമായും BJPക്ക് വലിയ അടിയായി. കുമാരസ്വാമിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, കുമാരസ്വാമിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും ഹസൻ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന JDS സ്ഥാനാർത്ഥിയായ പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഒരു വലിയ കുത്തൊഴുക്കായി BJPയുടെ മുകളിൽ ഒരു മലവെള്ളം പോലെ പാഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BJP നേതൃത്വത്തിന് ദക്ഷിണേന്ത്യയിൽ ഒരു ഗ്രിപ്പുമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ ആധിപത്യം ഒരുപക്ഷെ TDP തകർത്തേക്കാം. അതും BJP സഖ്യത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടായിരിക്കില്ല. തീർച്ചയായും TDPയും അതുപോലെ തന്നെ ജനസേന പാർട്ടിയുടെയും ആധിപത്യം അവിടെ ഉണ്ട്. അതൊരുപക്ഷെ വലിയ രീതിയിൽ ആധിപത്യമായി വരാം. ബാക്കിയുള്ള ഒരു സ്ഥലത്തും BJPക്ക് ആധിപത്യം കാണില്ല എന്നുള്ളത് വ്യക്തമാണ്. ദക്ഷിണേന്ത്യയിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും, ഒരു ലോക്സഭാ സീറ്റ് പോലും BJPക്ക് ഇപ്പോൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും മാറിയിരിക്കുന്നത്. BJPക്ക് RSSുമായുള്ള ബാന്ധവം അത് വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ തിരിച്ചടിയായി മാറും. മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ പൊതുവായി ഒരു വികാരം, BJP ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് BJPയെ വല്ലാതെ വിറളി പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്.